കണ്ണൂർ പാനൂർ സ്ഫോടനത്തിൽ മരിച്ചവരുടെ വീട് ഇടത് നേതാക്കൾ സന്ദർശിച്ചതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്ദർശനം മനുഷ്യത്വപരമെന്നും മുഖ്യമന്ത്രി ജാഗ്രത കുറവെന്ന ഏരിയ സെക്രട്ടറിയുടെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്നും രാഷ്ട്രീയമായി എടുക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ പ്രതികരിച്ചു. മിഥുൻ മുരളിയുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. മിഥുൻ, ഈ സംഭവം നടന്ന സമയത്ത് CPM പ്രവർത്തകർ ഒന്നാകെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് CPM അല്ല നടത്തിയത് എന്നായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അതിനുശേഷം ഈ കൊല്ലപ്പെട്ട ആളുടെ വീട് സന്ദർശിച്ചതിന് മുഖ്യമന്ത്രി പറയുന്നത് സന്ദർശനം മനുഷ്യത്വപരമെന്നാണ്. എന്ത് ന്യായീകരണമാണ് മുഖ്യൻ്റെത്? രജനി, മുഖ്യമന്ത്രി പറയുന്നത് പാനൂർ സ്ഫോടനത്തിൽ മരിച്ച CPM പ്രവർത്തകരുടെ വീട് CPM നേതാക്കൾ സന്ദർശിച്ചതിൽ അസ്വാഭാവികത ഒന്നുമില്ല, മനുഷ്യത്വപരമായിട്ടാണ് ആ സന്ദർശനം. നാട്ടുകാരുടെ വീട്ടിലൊരു മരണം നടന്നാൽ അവിടെ പോയി സന്ദർശനം നടത്തുന്നതിൽ തെറ്റില്ല, അവിടുത്തെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതും തെറ്റായ നടപടിയല്ല, യാതൊരു അസ്വാഭാവികതയും അതിൽ കാണാനില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട CPM ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നത് അതിൽ ഈ നേതാക്കളുടെ സന്ദർശനത്തിൽ ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ആ അഭിപ്രായത്തെ തള്ളുകയാണ്. അങ്ങനെ ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. ഇങ്ങനെ ഈ സന്ദർശനം നടത്തിയതിൽ യാതൊരു തെറ്റുമില്ല, അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തെ കാണേണ്ടതില്ലെന്നും തെറ്റ് ആരാണോ ചെയ്തത് അവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കും എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേതാക്കൾ വീട് സന്ദർശിച്ചതോ അല്ലെങ്കിൽ അവിടെ പോയി ബന്ധുക്കളെ കണ്ടതിലൊന്നും യാതൊരു തെറ്റുമില്ല. അത് മനുഷ്യത്വപരമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു മരണമുണ്ടായാൽ ആ മരണ വീട്ടിൽ പോയി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമായി മനുഷ്യത്വപരമായിട്ടുള്ള നടപടികളുടെ ഭാഗം മാത്രമാണ്. അതിൽ യാതൊരു അസ്വാഭാവികവും ഇല്ല എന്നുള്ളൊരു ന്യായീകരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം മിഥുൻ, ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം മനുഷ്യത്വപരമായ സന്ദർശനം എന്ന് പറയുമ്പോഴും നേരത്തെ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ CPM നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആക്രമണം നടത്തിയത് അല്ലെങ്കിൽ ബോംബ് ഉണ്ടാക്കിയത് CPM പ്രവർത്തകരല്ല എന്ന്, സാമൂഹ്യ വിരുദ്ധരാണ് അത്തരത്തിൽ പ്രവർത്തനം നടത്തിയത്. പിന്നെ എന്തുകൊണ്ടാണ് ലോക്കൽ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ഒക്കെ തന്നെ ഈ മരിച്ച ആളിന്റെ വീട് സന്ദർശിച്ചു എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു. ഇപ്പോൾ വീണ്ടും വീണ്ടും ഇതിനെ ന്യായീകരിക്കുവാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കലാപം ഉണ്ടാക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു. അത് ചീറ്റിപ്പോയതിന് പിന്നാലെ ഇങ്ങനെ ന്യായീകരണവുമായിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ വരികയും ചെയ്തു. തീർച്ചയായിട്ടും രജനി, ഇത് തന്നെയാണ് ന്യായീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കാര്യത്തിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം CPM-നെതിരെ ഇടതുപക്ഷത്തിനെതിരെ ഉയർന്നു വരുന്നത് തെരഞ്ഞെടുപ്പ് സമയമാണ്. ഇത് CPM പ്രവർത്തകർ തന്നെയാണെന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങളും അടുത്തിടെ അതിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇതിനൊരു ന്യായീകരണം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വീട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് യാതൊരു തെറ്റുമില്ല എന്ന വ്യാപകമായിട്ടുള്ള വിമർശനം CPM-നെതിരെ ഇടതുപക്ഷത്തിനെതിരെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ യാതൊരു തെറ്റും ഈ കാര്യത്തിൽ കാണാനില്ല എന്നുള്ള ഒരു ന്യായീകരണം നടത്തിക്കൊണ്ട് രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തെ സമീപിക്കേണ്ടതില്ല. ഈ ബോംബ് ആര് നിർമ്മാണം നടത്തിയാലും അത് തെറ്റാണ്. അത് തെറ്റ് ചെയ്ത ആളുകൾക്കെതിരെ, ബോംബ് നിർമ്മാണം നടത്തിയവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സാധാരണഗതിയിൽ എന്ന പോലെ പാർട്ടിക്കെതിരെ പ്രതിരോധത്തിലാക്കുന്ന പല സംഭവ വികാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊക്കെതിരെ ന്യായീകരിക്കുന്ന സമീപനം ഉണ്ട്. ആ രീതി തന്നെ ഇവിടെയും പിന്തുടരുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ശരി, എന്തായാലും കണ്ണൂർ പാനൂർ സ്ഫോടനത്തിൽ മരിച്ചവരുടെ വീട് ഇടത് നേതാക്കൾ സന്ദർശിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ്. സന്ദർശനം മനുഷ്യത്വപരമെന്നാണ് പറയുന്നത്. ജാഗ്രത കുറവ് ഏരിയ സെക്രട്ടറിയുടെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്നും ഇതിനെ രാഷ്ട്രീയമായി എടുക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുന്നത്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.